വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഞാനിപ്പോ മെറസ്കയെ കുറിച്ച് ഫുൾ നെഗറ്റീവ് അടിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവായിട്ട് സംസാരിക്കുകയാണ് എന്ന് തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സീസൺ തുടക്കം മുതലുള്ള വീഡിയോ പറയാം. മാനേജേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്ലേയേഴ്സ് പെർഫോം ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മോശമായിട്ട് കാണിക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ച് വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയാണ് ഒരു ടീം ഡെവലപ്പ് ചെയ്യണത്. ഭാവിയിൽ നമ്മൾ ഫ്യൂച്ചർ സെറ്റ് ആവും, അടുത്ത പോലെ നമ്മൾ അടിച്ചു പൊളിക്കും, അതിന്റെ അടുത്ത പോലെ നമ്മൾ ടൈറ്റിൽ അടിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ നിഗമനമെങ്കിൽ കൊള്ളാം. അത് തെറ്റൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ക്ലബ് മോഡലാണ് എല്ലാവരും അസൂയോടെ കാത്തിരിക്കുന്നത് എന്നൊക്കെ പലവരും പറയുന്നുണ്ട്. അടിപൊളി, അവര് അസൂയോടെ കണ്ടിരിക്കട്ടെ. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇന്ന് ഫുട്ബോൾ കാണൽ നമുക്ക് നിർത്താം. ആസ് ചെൽസി ഫാൻസ് നമുക്ക് നിർത്താം. നമുക്ക് ഭാവിയിൽ കാണാം. ഭാവിയിൽ എപ്പോഴാണോ ചെൽസി പെർഫോം ചെയ്യുന്നത് അപ്പൊ കണ്ടാ പോരെ, പിന്നെ എന്തിനാ നമ്മളിപ്പോ കാണുന്നത്? അങ്ങനെയല്ലല്ലോ. ഭാവി പ്രോഗ്രസ് നടന്നോട്ടെ, പക്ഷെ പ്രോഗ്രസ് നടന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അല്ലെ ഭാവി നന്നാവും എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ ഉദാഹരണത്തിൽ ഇന്ത്യ 2045 ഒരു ഫുള്ളി ഡെവലപ്ഡ് നേഷൻ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുവരെ കാത്തിരിക്കാം എന്നുള്ളതാണോ? അല്ല. ഇന്ന് എന്താണോ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വിമർശിച്ചേ പറ്റൂ. ആ വിമർശനത്തിൽ നിന്നാണ് പ്രോഗ്രസ് ഉണ്ടാവുന്നത്. അപ്പൊ മെറസ്കയെ കുറിച്ച് നമുക്ക് ഇപ്പോ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാണ്ട് ഭാവിയെ കുറിച്ച് നമുക്ക് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് സംസാരിക്കാനുള്ളത്, നമ്മളിപ്പോ 7ാം സ്ഥാനത്തെത്തി. കമോൺ ബോയ്സ്, കമോൺ. കാരണം മെറസ്കയെ സംബന്ധിച്ച് അത് ഭയങ്കര അച്ചീവ്മെന്റ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചാമ്പ്യൻഷിപ്പിൽ കോച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാനേജർക്ക് ഒരു പ്രീമിയർ ലീഗ് ടീമിൽ കിട്ടിയിട്ട് അതിനെ 7ാം സ്ഥാനത്ത് എത്തിക്കുക എന്ന് പറയുന്നത്, 32 മത്സരം കഴിഞ്ഞിട്ട് 7ാം സ്ഥാനത്ത് ഇപ്പൊ എത്തിക്കുക എന്ന് പറയുന്നത് പുള്ളിക്കാരനെ സംബന്ധിച്ച് അച്ചീവ്മെന്റ് ആയിരിക്കാം. കാരണം പുള്ളിക്കാരൻ കാണുന്ന ചെൽസി കഴിഞ്ഞ 2 സീസണിലെ ചെൽസി മാത്രമാണ്. ആ 2 സീസൺ ചെൽസിയിൽ വെറും 4ാം സ്ഥാനത്ത് പോലും എത്താൻ പറ്റാത്ത 2 സീസൺ ചെൽസി 7ാം സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ അച്ചീവ്മെന്റ് ആണ് മെറസ്കയെ സംബന്ധിച്ച്. അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ, മെന്റാലിറ്റിയും അത്രേ ഉള്ളൂ. ചെറിയൊരു മെന്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ട്രിബിൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ വാക്കുകൾ തിരിച്ചെടുക്കാം എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. കാരണം എന്റെ ഈഗോവിന് ഇവിടെ പ്രാധാന്യമില്ല. പ്രാധാന്യമുള്ളത് നമ്മുടെ ക്ലബിന്റെ പെർഫോമൻസ് ആണ്. എന്റെ പൊന്നു മെറസ്ക നമ്മൾ 7ാമത് എത്തി. ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ കളിയുണ്ട്, അത് ഫുൾഹം ആയിട്ടുള്ള കളിയാണ്. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഫുൾഹം കഴിഞ്ഞിട്ടുള്ളതാണോ കാണുന്നതെന്ന് എനിക്കറിയില്ല. അതിന് മുമ്പേ കാണുകയാണെന്നുണ്ടെങ്കിൽ ഫുൾഹമായിട്ടുള്ളൊരു മത്സരമുണ്ട്. ഈ കളി തോറ്റ നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് ഈ സീസണിൽ കഴിഞ്ഞു. 5 സ്ഥാനം ചാമ്പ്യൻസ് ലീഗ് ഉള്ള ഒരു സീസണിൽ നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ കൊണ്ട് നശിപ്പിച്ച് പണ്ടാറടക്കി. ഇതിന് നമുക്ക് എന്ത് എക്സ്ക്യൂസ് വേണമെങ്കിലും പറയാം. ഇഞ്ചുറിയോ പ്ലെയർ പെർഫോമൻസോ എന്ത് വേണമെങ്കിലും. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. റയൽ മാഡ്രിഡ് ആയാലും ബാർസലോണ ആയാലും ഏത് ടീമായാലും അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്. പക്ഷെ എക്സ്ക്യൂസ് ഉണ്ടെങ്കിലും അവരൊരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അവരെല്ലാ വർഷവും ചാമ്പ്യൻസ് ലീഗ് കളിക്കും. അഫ്കോഴ്സ് അവരുടെ ഡിസ്പാരിറ്റി വേറെയാണെന്നുണ്ടെങ്കിൽ തന്നെയും അതാണ് മിനിമം എക്സ്പെക്ടേഷൻ. ആ എക്സ്പെക്ടേഷൻ അല്ലാണ്ട് നമ്മൾ ഫുട്ബോൾ കാണുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ മിനിമം എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ എന്നുള്ളതാണ് മിനിമം എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അത് എന്ത് പറഞ്ഞാലും നമ്മുടെ ടീമിൽ എത്ര ഇൻഎക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അതിനെ കോച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കോച്ചുകൾ മാത്രം മതി നമുക്ക്. അതുപോലും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നാണക്കേട്. പോയി മുടി പഠിച്ചൂടെ എന്ന് പോലും പറയാൻ പറ്റുന്നില്ല. കാരണം തലയിൽ മുടി ഇല്ലാത്ത തന്നോട് തന്നെ എന്ത് പറയാനാണ്? ഒന്നും പറയാനൊന്നുമില്ല. അതുകൊണ്ട് പൊന്നു മെറസ്കയോട് എനിക്ക് പറയാനുള്ളത്, ഫുൾഹമായിട്ടുള്ള ഒരു മത്സരത്തിൽ, അതും നമ്മൾ കളിക്കാൻ പോകുന്നത് എവേ മത്സരത്തിൽ, നമ്മൾ തോറ്റു കഴിഞ്ഞാൽ എന്ത് മനോഹരമായ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ വരാൻ പോണേ എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ജയിച്ചേ പറ്റൂ. ജയിക്കേണ്ട കളിയാണ്. പോരാത്തതിന് വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആണ് മൊത്തത്തിലുള്ളത്. ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള എൻവയൺമെന്റ് ആണ് മൊത്തത്തിലുള്ളത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഒരു ജയം എന്ന് പറയുന്നത് ടീമിനും ഫാൻസിനും ഭയങ്കര കോൺഫിഡൻസ് തരുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വരുന്ന കളി നോട്ടിംഗം ഫോറസ്റ്റ് ആയിട്ടൊരു കളി വരുന്നുണ്ട്. ആ കളിയും കൂടെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം സ്ഥാനം ഉറപ്പിക്കാം. പക്ഷെ മറിച്ചാണെന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് നമുക്ക് ഈ സീസൺ നമുക്ക് പോവാം. ഡേവിഡ് ഓൺസ്റ്റീനും ഫെബ്രിസിയോ റൊമാനോവും രണ്ടുപേരും പറയുന്ന ഒരു കാര്യമാണ്, ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിലും മെറസ്ക വിൽ നോട്ട് ബി സാക്ഡ്. അടുത്ത സീസണും മെറസ്കയെ ചെൽസി നിലനിർത്തും. ഹീസ് ഫുള്ളി ഇൻവോൾവ് ഇൻ ട്രാൻസ്ഫേഴ്സ് എന്നുള്ളതാണ്. അതിലെനിക്ക് എതിർപ്പൊന്നുമില്ല. കാരണം ഈ കോച്ചിനെ സാക്ക് ചെയ്ത് പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അവസ്ഥ ഇത് തന്നെയാവുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊന്നും കൊണ്ടൊന്നല്ല, നമുക്കൊരു ബാലൻസ്ഡ് ടീം വേണം. ആ ബാലൻസ്ഡ് ടീം എന്തിനു വേണം? ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ. അല്ലാണ്ട് ടോപ്പ് 4 എത്താനുള്ള ടീം ഓൾറെഡി ഉണ്ട് നമ്മുടെ, ടോപ്പ് 5 എത്താനുള്ള ടീം ഓൾറെഡി ഉണ്ട് നമ്മുടെ. അതില്ലാതൊന്നും പറയാൻ പറ്റുന്നൊന്നുമില്ല. അപ്പൊ ഒരു പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്നുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് മാറാൻ പോകുന്നില്ല. പിന്നെ പുള്ളിക്കാരന് ആവശ്യമുള്ള പ്ലേയേഴ്സ് വരും. അതിനേക്കാളും ഭേദം ഇയാളെ കൊണ്ട് അങ്ങോട്ട് മേയിച്ചുകൊണ്ട് നടക്കാനായിരിക്കും. ഇയാൾക്ക് എത്രത്തോളം കുളമാക്കാൻ പറ്റും അത്രത്തോളം കുളമാവട്ടെ. അത് കഴിഞ്ഞാൽ നമുക്കറിയാം. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് മനസ്സിലാക്കണം. ഞാൻ ചുമ്മാ കോച്ചുകളെ സാക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓണേഴ്സ് മനസ്സിലാക്കണം, കുഴപ്പം കോച്ചുകളുടെ അല്ല, കുഴപ്പം ഈ കോച്ചുകളെ സെലക്ട് ചെയ്യുന്ന 2 പൊട്ടന്മാരുടെ ആണെന്നുള്ളത്. അത് മനസ്സിലാക്കാനുള്ള വിവരം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് $1 ബില്യൺ അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്
എന്ത് കൊണാപ്പിലാണ് നിങ്ങൾ ഇത്രയും കോടാനുകോടികളുടെ അസറ്റ് മാനേജ് ചെയ്യണേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണാടി തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. വാട്ട് ക്വാളിഫൈസ് യു? അപ്പൊ അതിന്റെ ഒരു അർത്ഥമുണ്ട്. യു മൈറ്റ് ബി ഫെന്റാസ്റ്റിക് ഇൻ വൺ ബ്രില്യൻ ബിസിനസ്. ഇപ്പൊ നിങ്ങൾ ഈ ക്ലിയർലി ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ബിസിനസ് മാനേജ് ചെയ്യാൻ യു മൈറ്റ് ബി ദ മോസ്റ്റ് അമേസിംഗ് ഗൈ. പക്ഷെ ഫുട്ബോൾ ആസ് എ ബിസിനസ്സിൽ യു ആർ അട്ടർ ബട്ടർ ഫെയിലിയർ. ഇതൊരു ലെസൺ ആണ് എല്ലാവർക്കും. നിങ്ങൾ ഒരു മേഖലയിൽ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ എല്ലാ മേഖലയും നിങ്ങൾക്ക് അടിപൊളിയാവാം എന്നുള്ള വിശ്വാസമില്ല. പണത്തിന്റെ ബലം കൊണ്ട് മാത്രം എല്ലാം നേടാൻ പറ്റും എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ തെറ്റാന്നുള്ളത് ഒരു പക്ഷേ ക്ലിയർലി ക്യാപിറ്റലും ചെൽസി ഫുട്ബോൾ ക്ലബ്ബും തമ്മിലുള്ള റിസൾട്ട് ബേസ്ഡ് ബിസിനസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഫുള്ളമായിട്ടുള്ള ഒരു മത്സരം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരമാണ്. എന്താണ് മരസ്ക കാണിക്കാൻ പോണേന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരൻ ഇൻവേർട്ടഡ് ഫോർവേഡ് ആയിട്ട് കളിക്കോ എന്നുള്ളതും വലിയൊരു ചോദ്യമായിട്ടിരിക്കുന്നു. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Signing off, SK from Chelsea Karen.